എൻ ശ്രീകുമാർ, പേടി വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. ജനങ്ങളാണിത് കേൾക്കുന്നതെന്നും ഇത് പുറത്തു വരുമെന്നും അളക്കപ്പെടുമെന്നും ഒരു പേടി വേണ്ടേ? ജനാധിപത്യമാണല്ലോ. അവിടെ ഈ തരത്തിലുള്ള വിമർശനം എന്നൊന്നും ഞാൻ പറയില്ല. ഈ തരത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നില്ല, കൃത്യമായ ബോധ്യമില്ലാതെ അല്ലെങ്കിൽ പറയുന്ന വാക്കുകളിൽ ബോധ്യമില്ലാത്ത ഒരാളാണ് സി പി ജോൺ എന്ന് ഇക്കണ്ട കാലം അത്രയും കണ്ട സി പി ജോണിനെ കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങും വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ 3, 4, 5 സെന്റൻസുകൾ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ആ ഒരു പോർഷൻ മാത്രം എടുത്ത് ചിന്തിച്ചാൽ പോലും അത്രയും ദീർഘമായ സമയത്തും ഞാൻ പറയുന്നത് അരാഷ്ട്രീയതയാണ്, സ്ത്രീ വിരുദ്ധതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചോയ്സ് ഓഫ് വേർഡ്സ് അതിലൊരു പ്രശ്നമുണ്ടെന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണ് അദ്ദേഹത്തിന്റെ തലച്ചോറിനെ ഭരിച്ചിട്ടുണ്ടാവുക അധികാരമല്ലാതെ? നോക്കൂ ശ്രീമതി മാധു, ഒരു പ്രസംഗം നടത്തിയത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ CPMൻ്റെ സുഹൃത്തുക്കൾ വിവാദമാക്കി, അത് ചർച്ചയാക്കി. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഉണ്ടായി. തൃപ്തികരമാണ് എന്ന് ചിലർക്ക് തോന്നുന്നെങ്കിൽ അവരത് അംഗീകരിക്കുക, തൃപ്തികരമല്ലെങ്കിൽ അവരത് അംഗീകരിക്കാതിരിക്കുക. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. പിന്നെ ഉള്ളത്, ഞാൻ ആ പ്രസംഗവും കേട്ടു, ഞാൻ ആ വിശദീകരണവും കേട്ടു. അതിൽ സ്ത്രീ വിരുദ്ധത എന്ന് നമ്മൾ പറയുമ്പോൾ അതിനോട് പൂർണ്ണമായും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇന്ന് വിശദീകരിക്കാം. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് പരമ ദരിദ്രയായി എന്നല്ല പറഞ്ഞത്, പരമദരിദ്രൻ ആയി. ഒരു പുരുഷ വചനമാണ്. പരമദരിദ്രനായി അല്ലെങ്കിൽ പാവപ്പെട്ടവനായി പണക്കാരനായി അഭിനയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അതുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോഴാണ് ഈ KSRTC ബസ്സിലത്തെ തള്ളിക്കയറ്റം പറഞ്ഞത്. അത് അദ്ദേഹം ശരിക്കും അതുമായിട്ട് ഉപമിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അത് ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയെങ്കിൽ ആ പിഴവ് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം UDFൻ്റെ നയമല്ല, കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടിയിൽ പെട്ട അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം അദ്ദേഹം നാളെ വിശദമായിട്ട് തിരുത്തുക തന്നെ വേണം. കാരണം ഇതൊരു ഗ്യാരണ്ടിയാണ്, 5 ഗ്യാരണ്ടിയാണ്. അതിൽ KSRTCയിലെ സൗജന്യ യാത്ര എവിടെ ശരിയാണ്. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു, പരമദരിദ്രനായി അഭിനയിക്കുന്നു. അത് പുല്ലിംഗ പ്രയോഗമാണ് സർ. ഈ ബസ്സിൽ സൗജന്യം കൊടുക്കുന്ന പുരുഷന്മാർക്കല്ലല്ലോ അല്ലേ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അതിന് പിന്നാലെ കുറച്ച് സെന്റൻസുകൾ കൂടിയുണ്ട് സർ. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു, പാടില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകളിൽ പോകാതെ പ്രൈവറ്റ് സ്കൂളിൽ അയക്കുന്നു. എന്നാൽ അസുഖം വന്നാൽ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു. ഇവിടെയൊക്കെ സ്ത്രീ എന്നു തന്നെയാണ് പറയുന്നത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് സാർ. അപ്പോൾ അവിടെയുള്ള ഈ സ്ത്രീലിംഗ പ്രയോഗം അങ്ങ് കാണാതിരിക്കുന്നതിന്റെ സൗകര്യം എന്നുള്ളത് മറ്റൊരു കാര്യം. അത് മനസ്സിലാകാതെ പോകുന്നൊരു സാഹചര്യമുണ്ട് സാർ. അയ്യോ, ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് മാധു ഇങ്ങോട്ട് ഞാൻ പറയില്ല എന്ന് മാധു എങ്ങനെയാണ് ധരിച്ചത്? ഞാൻ പറയില്ല എന്ന് മാധു ധരിച്ചതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞത് പണക്കാരനായി പാവപ്പെട്ടവനായി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പുല്ലിംഗ പ്രയോഗത്തിലാണെന്നുള്ള കൃത്യമായുള്ള ഒരു പുരുഷ തലത്തിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അദ്ദേഹം ഈ KSRTCയിലെ സൗജന്യ യാത്രയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു പൊതു സ്വഭാവം അദ്ദേഹം പറഞ്ഞ പേര് ഒരു ബിഹേവിയർ സയൻസ് എന്നോ എന്താണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതു സ്വഭാവത്തെ പറയാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ താത്വിക അവലോകനം, ഈ കമ്മ്യൂണിസ്റ്റുകൾ സാധാരണ താത്വികമായ ചില കാര്യങ്ങളെ അപകീർത്തിക്കുമ്പോൾ അവർക്ക് വീഴ്ച പറ്റാറുണ്ട്. അത് ഒരുപാട് വീഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടതാണ്. പക്ഷേ UDFിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒരു അബദ്ധം പറ്റിയത് ഇതാദ്യമായിട്ടാണ്. CP ജോൺ എന്ന് പറഞ്ഞ ആൾ, നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഞാനെന്തോ അദ്ദേഹത്തെ ഒരിക്കലും ചെറുതായി കാണില്ല. കാരണം അദ്ദേഹം വളരെ ബൗദ്ധിക തലത്തിൽ എപ്പോഴും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന UDFൻ്റെ ഒരു സ്വത്ത് തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഇത് UDFൻ്റെ നയമല്ല. പക്ഷേ ജോൺ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഈ KSRTCയിലെ സൗജന്യ യാത്ര പശ്ചാത്തലമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് പശ്ചാത്തലമാക്കിയത് സ്വകാര്യ ബസ് ഉടമകളുടെ സമ്മേളനമായതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ പശ്ചാത്തലമാക്കിയപ്പോൾ അവിടെ ഈ തള്ളിക്കയറ്റം എന്നുള്ളൊരു വാക്ക് വന്നു. അത് മാത്രമല്ല, അത് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. കാരണം അത് പ്രസംഗമാണെങ്കിലും അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അത് UDFൻ്റെ മന്ത്രിയുടെ പ്രസംഗമല്ല, അത് കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി ഉൾക്കൊണ്ട UDFൻ്റെ പ്രതിനിധിയുടെ പ്രസംഗമല്ല, അത് CP ജോൺ എന്ന വ്യക്തിയുടെ പ്രസംഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം പിന്നീട് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിലെ പൊതുചിന്ത വിവരിക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ CPM-നെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ പല പത്രസുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും ചാനൽ സുഹൃത്തുക്കളും ഒക്കെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എവിടെ KSRTC യാത്ര എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു തിരിച്ചടിയായിരുന്നു ആ ഗ്യാരണ്ടി. അപ്പോൾ അതിനെ പശ്ചാത്തലമാക്കി പറയുമ്പോൾ അത് വിമർശിക്കപ്പെടും, ആ ഗ്യാരണ്ടി വിമർശിക്കപ്പെടും. ഇപ്പം നാളെ ഇപ്പോൾ CPM-മാർക്ക് ഇന്ന് തന്നെ ഇത് കേൾക്കുക വേണ്ടിയുള്ളൂ. അപ്പോഴേക്കും രാജീവ്, പിന്നാലെ ബാലഗോപാൽ. രാജീവ് പറഞ്ഞ എന്താണ്, ഇത് പൊളിക്കാനാണ്. ഏത് പറഞ്ഞാൽ രാജീവ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും അതൊക്കെ കോൺഗ്രസിൻ്റെ തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്ത് രാജീവ് പറയാ ഇത് പൊളിക്കാനാണെന്ന്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉൾക്കൊണ്ടു, അതെന്തായാലും നല്ല കാര്യം. അപ്പോൾ ഈ CPM-മാർക്ക് ഇങ്ങനെ ഒരു വടി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിക്കണം. ഈ സ്ത്രീ വിരുദ്ധത എന്ന വാക്ക് ഞാൻ ഉൾക്കൊള്ളുന്നില്ലെന്ന് പറയാൻ കാരണം ഒരു 4-5 ദിവസം മുമ്പ് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു പ്രസംഗം നടത്തി. അതായത് പാചകകല അതിലേക്ക് പോകേണ്ടതില്ല. രണ്ട് വശവുമുണ്ട്. പ്ലീസ് ഞാൻ പറഞ്ഞു തീർത്തട്ടെ. അതായത് മക്കൾക്ക് പാചകകല പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞത് മക്കളുടെ കൂട്ടത്തിൽ പെണ്ണെന്ന് ചേർത്തു, എന്നിട്ട് അത് സ്ത്രീ വിരുദ്ധതയാക്കി മാറ്റി. ഇതൊക്കെ ഇപ്പോഴത്തെ യുവതലമുറ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മക്കൾക്ക് അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും എന്ന് കൂട്ടിച്ചേർക്കുകയൊന്നും അല്ല ഉണ്ടായത്. അതെ, എന്ന് വെച്ചാൽ പെൺമക്കളെന്നാണോ എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചു. അങ്ങനെ പോയി ന്യായീകരിക്കണം. അല്ലല്ല ശ്രീമതി മാധു ഒരു മിനിറ്റ്. ശ്രീമതി മാധു അതായത് മക്കൾ എന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ പെൺ എന്നാരാ കൂട്ടിച്ചേർത്തേ? പെൺ എന്നാരാ കൂട്ടിച്ചേർത്തേ? അത് വേറെ ചില മാധ്യമങ്ങളും തൽപര കക്ഷികളും. അദ്ദേഹം പറഞ്ഞു മകന്റെ ഭാര്യ എന്ന് പറഞ്ഞു. മകന്റെ ഭാര്യയെ പാചകകല പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞ തെറ്റാണോ? ഒരു തെറ്റുമല്ല, ഞാനത് അംഗീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉന്നയിക്കപ്പെടാത്ത ഒരു വിഷയമാണ്. എനിക്ക് അത്തരത്തിലൊരു ആരോപണമില്ല, ഞാൻ പറഞ്ഞുമില്ല. ആ കാര്യം നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ വെച്ച് ആ കാര്യങ്ങൾ പല തരത്തിൽ ആ വിഷയം വിടും. ഈ വിഷയം നമ്മുടെ തലക്കെട്ടിതാണല്ലോ. അല്ലല്ല, ആ വിഷയം വിട്ടതല്ല. UDF-ന്റെ നേതാക്കൾ പറഞ്ഞതിനെ വളച്ചൊടിക്കുന്ന ചില വിദ്വാൻമാരെ തുറന്നു കാട്ടാൻ വേണ്ടി പറഞ്ഞതാ. ശരി, ഇവിടുത്തെ ഒരു മന്ത്രി സ്ത്രീകൾക്കെതിരായി നടത്തിയ പരാമർശം എന്നുള്ളതാണ് എന്റെ വിഷയം. ഇപ്പൊ നോക്കൂ, അഭിനയം എന്നാൽ ചെറിയ കാര്യമല്ല. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു. ബസ്സിന് കാശ് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് ആരാണ് സാർ? അവർക്കില്ലാഞ്ഞിട്ടാണോ ഉണ്ടായിട്ടാണോ എന്നത് അവിടെ ഒരു മാർഗമേ ആയിരുന്നില്ല, ഒരു കാര്യമേ ആയിരുന്നില്ല. ബസ്സിന് കാശ് കൊടുക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. കാശ് കൊടുക്കാതെ പോകുന്ന സ്ത്രീ മറ്റിടങ്ങളിൽ കാശ് ചെലവഴിക്കുന്നത് അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതിന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പച്ചമഷിപ്പേന നാട്ടുകാർ തന്നതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ശ്രീ KJ ജേക്കബ്, ഇപ്പോ N ശ്രീകുമാർ വിശദീകരിക്കുന്ന സമയത്ത് മുഴുവനും അദ്ദേഹം പറഞ്ഞ കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണം അദ്ദേഹത്തിന് വ്യക്തിപരമായ മാധു ഞാൻ പറഞ്ഞ തീർത്തോട്ടെ. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. പ്ലീസ് ഒരു മിനിറ്റ് പറയാവോ? അങ്ങ് പെട്ടെന്ന് പൂർത്തീകരിക്കൂ. ഞാൻ ശ്രീ KJ ജേക്കബിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അങ്ങ് പെട്ടെന്ന് പൂർത്തീകരിക്കൂ. അതായത് ഞാൻ പറയാം, അതായത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ KSRTC-യിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഔദാര്യമല്ല, ആനുകൂല്യമാണ്, ആദരവാണ്. അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് CP ജോൺ നടത്തിയ ഒരു അവലോകനം തെറ്റാണെന്ന് ആദ്യമേ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് സ്ത്രീകളെ വലിച്ചഴിച്ച് തെറ്റായിപ്പോയി എന്ന ഉറച്ച ചിന്ത തന്നെയാണ് ഞാൻ ഇപ്പോഴും പുലർത്തുന്നത്. ശരി, അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നിങ്ങളുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമൂഹം ഉന്നയിക്കുക തന്നെ ചെയ്യും, വിമർശിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് മാധു സജി.